ഇതൊരു ചോക്ലേറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് വീട്ടിലെങ്ങനെ മോൾഡ് ഒന്നും ഇല്ലാതെ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു മിൽക്ക് ചോക്ലേറ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയും സിമ്പിളുമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ, പിന്നെ കുറച്ച് വാനില എസൻസ്, പഞ്ചസാര പൊടിച്ചതാണ് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ ഒരു വെളിച്ചെണ്ണയാണ് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് പിടിക്കത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വനസ്പതി ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇത് കപ്പലണ്ടി പൊടിച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സോ റേസിൻസോ ഒക്കെ എടുക്കാം. ഞാനിവിടെ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. കുറച്ച് കപ്പലണ്ടി ക്രഷ് ചെയ്തതാണ്. ഇനി നമുക്ക് എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഈ കൊക്കോ പൗഡറും നമ്മുടെ ഈ മിൽക്ക് പൗഡറും പാൽപ്പൊടിയും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതുകൊണ്ട് ഇതിൽ അരിപ്പയ്ക്കകത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം മിൽക്ക് ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മിൽക്ക് പൗഡറിൻ്റെ പകരം 1/2 ടേബിൾ സ്പൂൺ ഈ കൊക്കോ പൗഡറും കൂടെ എടുത്ത് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് എടുക്കാം. ഞാൻ ഈ മിൽക്ക് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. അതിനാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് പ്രിപ്പറേഷനാണ്. അതിന് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യത്തില്ല, കുക്ക് ചെയ്യത്തില്ല. നമ്മളിതുപോലെ ഡബിൾ ബോയിൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിന് ഞാൻ ഇതുപോലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതുപോലൊരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് കുക്ക് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ് പാത്രം എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റീലിന്റെ ബൗൾ ആയാലും മതി. നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഞാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ബൗൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ പഞ്ചസാര ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര ഈ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ നമ്മുടെ ഈ കൊക്കോയും മിൽക്ക് പൗഡറും ഉള്ള മിക്സും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് വാനില എസൻസ് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് പറയുന്നതിൻ്റെ ഒരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്കിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. പിന്നെ കടയിൽ കിട്ടുന്ന അതേപോലെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. എന്തായാലും നമുക്കൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ.
അപ്പോൾ നമ്മുടെ ഈ കൊക്കോ മിക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും നമുക്കങ്ങ് ഓഫ് ചെയ്യാം. അല്ലാതെ ഒത്തിരി നമുക്കങ്ങ് തിക്കായിട്ട് കിട്ടണ്ട. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ തന്നെ ഇതുപോലൊരു പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഐസിൻ്റെ ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അല്ലാതെ ഈ മോൾഡ് ഒന്നും ഇല്ലാത്തവർക്കും ഇതുപോലൊരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലായാലും ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു മോൾഡൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വേണ്ട ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യത്തെ ഈ ഒരു ലെയർ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ നട്ട്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ നട്ട്സ് വേണ്ടെന്നുള്ളവരാണെങ്കിൽ ഇത് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇനി അടുത്തൊരു ലെയറും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഒന്ന് രണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒന്ന് ടോപ്പിംഗ് ചെയ്ത് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കപ്പലണ്ടിയൊക്കെ ആകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും, അവർക്ക് കഴിക്കാനൊരു ഇഷ്ടം തോന്നും. അതിന് വേണ്ടിയാണ്. ഇപ്പം ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതാദ്യം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഞാനൊരു ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിൽ ഒരു 10 മിനിറ്റോളം ഫ്രീസ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് നേടുന്ന സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ചുമ്മാ നടുക്കൂടൊന്ന് കട്ടൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഡിസൈൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി കൊടുക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഒന്ന് തട്ടി കൊടുത്താൽ മതി. വേണ്ടി ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ്, നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തൊക്കെ എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് ആണെങ്കിൽ മോൾഡ് ഇല്ലെങ്കിലും നമുക്ക് ചോക്ലേറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ മോൾഡ് ഉള്ളവരാണെങ്കിൽ അതിനകത്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഐസ് ട്രേ ഉണ്ടെങ്കിൽ അതിനകത്താണെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓൾ എന്നുള്ള ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം. വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് കൊടുത്തു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഇപ്പൊ നമ്മുടെ ഋഷിക്കുട്ടനെ കൊടുത്തു നോക്കുന്നതാണ്. ഋഷിക്കുട്ട കഴിച്ചേ.
എങ്ങനുണ്ട്? എങ്ങനുണ്ട് പറ. അപ്പൊ നമ്മൾ ഋഷിക്കൂട്ടിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ കുഞ്ഞാവയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം.